പാലക്കാട് ഒറ്റപ്പാലത്ത് KSRTC പ്രിയദർശിനി ബസിന്റെ ചക്രം ഊരിത്തെറിച്ചു. ഡ്രൈവർ ഉടൻ ബസ് നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. 60ഓളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസിന്റെ ഇൻഷുറൻസും ഫിറ്റ്നസും മുടങ്ങിക്കിടക്കുകയാണെന്ന് ആരോപിച്ച് യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിശ്ചിത കിലോമീറ്റർ വെച്ചിട്ട് ഈ വണ്ടികളുടെ ഗ്രീസ് മാറലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ടയർ എൻഡിൽ നിന്ന് ഊരിപ്പോലും കാര്യങ്ങളൊക്കെ അത് ഗ്രീസ് മാറായിട്ട് അത് നോക്കായിട്ടും പറ്റുന്ന സംഭവങ്ങളാണ്. അതേപോലെ ഇതിന്റെ ലൈനറൊക്കെ നിങ്ങൾ നോക്കി നോക്ക്. ലൈനറൊക്കെ പച്ച മോശം ലൈനറാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. ഇത് ഇതിന്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. അതൊന്നും നമ്മൾ നോക്കണ്ട. ഇങ്ങനത്തെ കണ്ടീഷനിൽ ഈ വണ്ടികൾ പുറത്തേക്ക് ഇറക്കാതിരിക്കുക. നല്ലപോലെ സർവീസ് നടത്താൻ പറ്റുന്ന വണ്ടികളാണെന്ന് മാത്രം ഇറക്കുക. ഒന്നില്ലെങ്കിൽ എത്ര ജനങ്ങൾ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര ലേഡീസ് ഫ്രീ ആയി കയറി വരുന്ന വണ്ടിയാണ്. അതൊക്കെ ഒന്ന് അവർ മനസ്സിലാക്കണ്ടേ. ഇക്ബാൽ അടക്കൽ പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, 60ഓളം യാത്രക്കാരുമായി പോയ സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ ഈ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതായത് ഈ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചത് മുതൽ തന്നെ അമിതമായി യാത്രക്കാർ ബസ്സുകളിൽ കയറുകയും അതുകൊണ്ട് തന്നെ ബസ്സുകൾക്ക് കേടുപാടുകൾ വ്യാപകമായി ഉണ്ടാവുന്നു എന്നുള്ള പരാതി കുറച്ച് ദിവസമായി ഉയർന്നു വരുന്നതാണ്. അത് ഈ KSRTCയിലെ ജീവനക്കാർ തന്നെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പരാതിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. 60ഓളം യാത്രക്കാരുമായി ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഈ KSRTC ബസ്. ഇതിനിടയിലാണ് ബസിന്റെ മുൻചക്രം ഊരി തെറിച്ചത്. വൈകിട്ട് 5:30 പാലക്കാട് നിന്നും യാത്രക്കാരെ കയറ്റി പുറപ്പെട്ട ബസിന്റെ മുൻഭാഗത്തെ ഇടതു ചക്രമാണ് ഊരി തെറിച്ചത്. ഉടൻ തന്നെ ഈ ബസ് ഡ്രൈവർ ഇടപെട്ടുകൊണ്ട് ബസ് ഒരു വശത്തേക്ക് സൈഡാക്കി നിർത്തുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെടുകയും ചെയ്തിട്ടുള്ളത്. ബസിന്റെ മുൻപിലെ സബ് ആക്സൽ തകരാറായതാണ് ഇത്തരത്തിലൊരു ഈ ടയർ ഊരി തെറിക്കാൻ കാരണം എന്നുള്ളതാണ് ഡ്രൈവർ ഇപ്പോൾ ഈ ആൾക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ബസിന്റെ ഇൻഷുറൻസും ഫിറ്റ്നസും മുടങ്ങിക്കിടക്കുകയാണെന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ കേടുപാടുകൾ വ്യാപകമായി ഉള്ള ബസ്സുകളാണ് ഇത്തരത്തിൽ നിരത്തിലേക്ക് KSRTC നിലവിൽ ഇറക്കിയിരിക്കുന്നതെന്നും ആരോപിച്ചുകൊണ്ട് യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഏതായാലും ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ KSRTCയുടെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്ത് വേണമെന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. ഭാഗ്യവശാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇക്ബാൽ അടക്കൽ.